തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ തർക്കം. കോൺഗ്രസിന് 25 സീറ്റുകൾ മാത്രമേ നൽകൂവെന്ന് DMK. കോൺഗ്രസ് 38 സീറ്റുകളും 3 മന്ത്രിസ്ഥാനവും ആവശ്യപ്പെട്ടിരുന്നു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജികെ, തുടക്കം മുതൽ തന്നെ ഈ ഒരു തർക്കം കോൺഗ്രസിന്റെയും DMKയും ഇടയിൽ നിൽക്കുന്നുണ്ട്. 38 സീറ്റുകളും 3 മന്ത്രിസ്ഥാനവുമാണ് ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. പക്ഷേ കോൺഗ്രസിന് 25 സീറ്റുകൾ മാത്രമേ നൽകാൻ കഴിയൂ. 25 സീറ്റും ഒരു MP സ്ഥാനവും നൽകാമെന്നുള്ളൊരു ധാരണയിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് DMK പറയുന്നത്. എന്തായാലും ചർച്ച ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നിപ്പോൾ DMK സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുതിർന്ന നേതാവായിട്ടുള്ള P. ചിദംബരവും അതുപോലെ തന്നെ PCC അധ്യക്ഷനായിട്ടുള്ള ശെൽവ പെരുന്തകയും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും. പക്ഷേ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ സമിതി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ കക്ഷികൾ DMDKയും MNM പോലുള്ള കക്ഷികൾ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നവർ അത് ത്യാഗം ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ DMK പറഞ്ഞിരുന്ന കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ മുസ്ലിം ലീഗിന് 3 സീറ്റ് മത്സരിച്ചിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലാണ് മത്സരിക്കുക. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ MNM-നും മനിതനേയ മക്കൾ കക്ഷിക്കും അതുപോലെ തന്നെ IUML-ഉമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. അതിൽ തന്നെ IUML-ന് ഒരു സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിലവിലുള്ള സഖ്യകക്ഷികളിൽ നിന്നും പാർട്ടികളിൽ നിന്നും സീറ്റുകൾ കുറച്ചുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും അധികമായി നൽകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എന്തായാലും 25 സീറ്റുകളിലാണ് കഴിഞ്ഞ വർഷം 2021 കോൺഗ്രസ് മത്സരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.